വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസി. ഇന്ന് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. റമദാനിലൊക്കെ നോമ്പ് തുറക്കാൻ പറ്റുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പം ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന വൈറലായിട്ടുള്ള കരിക്ക് കലക്കി എന്ന് പറയുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിപ്പോൾ 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ആ ചൈന ഗ്രാസ് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ പാത്രത്തിൽ ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരുപാട് പഞ്ചസാര ഒന്നും വേണ്ട. നമ്മൾ ഈ ഒരു ജെല്ലി, അതായത് ഇളനീരിൻ്റെ വെള്ളം കൊണ്ടുള്ള ജെല്ലി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഓൾറെഡി ഇളനീരിൻ്റെ വെള്ളത്തിനും ആ ഒരു മധുരം ഉണ്ടാവുമല്ലോ. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ ഇളനീര് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന വെള്ളമില്ലേ, അതാണ് 1/2 കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പഞ്ചസാരയൊക്കെ മെൽറ്റാവുന്ന രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഇത് ഒരു ട്രേയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇളനീരിൻ്റെ വെള്ളവും പിന്നെ ചൈന ഗ്രാസും ഒക്കെ ഇട്ടിട്ട് ഒരുമിച്ച് അടുപ്പത്ത് വെച്ച് മെൽറ്റാക്കിയിട്ട് എടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഫ്ലേവർ ഉണ്ടാവും. ഇത് സെറ്റാകുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇളനീരിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 ഇളനീരാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ആ 2 ഇളനീരിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പശുവിൻ പാലാണ്. പാല് ഇഷ്ടമില്ലാത്തവർക്ക് പാൽ ഒഴിവാക്കിയിട്ട് പകരം കരിക്കിൻ്റെ വെള്ളം ചേർത്തിട്ടും ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാലോ കരിക്കിൻ്റെ വെള്ളമോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കിയിട്ട് എടുക്കാം. നിങ്ങളിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഒരു 2 hours ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി. ഫ്രീസറിൽ വെച്ചതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഉണ്ടായാലും നിങ്ങൾക്കിത് സെറ്റായി കിട്ടും. അതിനുശേഷം നിങ്ങൾ ഇത് ക്യൂബാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ജെല്ലീൻ്റെ പീസസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ രാവിലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് വേഗം നിങ്ങൾക്ക് സെർവ് ചെയ്യാമല്ലോ. ഇനി നന്നായിട്ട് തണുത്തിട്ടുള്ള ഇളനീരിൻ്റെ ആ ഒരു ഷേക്ക്, അതായത് ഇളനീരിൻ്റെ മിൽക്കിൻ്റെയും കൂടെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ജെല്ലിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനതിൽ കുറച്ച് കുതിർത്ത കസ്കസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. നല്ല കൂളിംഗ് ആയിട്ടുള്ള, വയറിനൊക്കെ നല്ല തണുപ്പ് തരുന്ന നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.